പാലക്കാട് മണ്ണാർക്കാടിൽ ഇന്ന് പകലുണ്ടായ ബസ് അപകടത്തിൽ 4 വിദ്യാർത്ഥിനികൾ മരണപ്പെട്ടു. റൺവേക്ക് മുകളിൽ പട്ടം പറത്തിയതിനാൽ ടേക്ക് ഓഫ് വൈകി യാത്രക്കാർ ബുദ്ധിമുട്ടി. തിരുവനന്തപുരം എയർപോർട്ടിലാണ് ഇങ്ങനെ ടേക്ക് ഓഫ് വൈകി യാത്രക്കാർ ബുദ്ധിമുട്ടിലായത്. ഇറങ്ങേണ്ട വിമാനം 11 മിനിറ്റിന് ശേഷമാണ് റൺവേ തൊട്ടത്. പറന്നുയരേണ്ട വിമാനം 45 മിനിറ്റ് വൈകി. റൺവേയുടെ 200 അടി ഉയരത്തിലാണ് ഇന്നലെ വൈകിട്ടോടെ പട്ടം പറന്നത്. റൺവേക്ക് മുകളിൽ പട്ടമുണ്ടെന്ന വിവരം വിമാനത്താവളത്തിലെ ഓപ്പറേഷൻ കൺട്രോൾ സെന്ററിൽ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നൽകി. പട്ടം അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനെ തുടർന്ന് അടിയന്തര സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. തുടർന്ന് ഇറങ്ങാനുള്ള വിമാനങ്ങൾ ആകാശത്ത് ചുറ്റിക്കറങ്ങാൻ നിർദ്ദേശം നൽകി. പുറപ്പെടാൻ ഒരുങ്ങിയ വിമാനങ്ങൾ പാർക്കിംഗ് ബേയിൽ നിർത്തിയിട്ടു. പട്ടം താഴെയിറക്കാൻ അഗ്നിശമന ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. വൈകിട്ട് 6:30 പട്ടം തനിയെ നിലംപതിച്ചു. പട്ടം പറത്തിയവരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 15 പേർക്ക് ഇതിനിടെ പരിക്കേറ്റു. 10 ലക്ഷം ജനസംഖ്യയുള്ള മേഖലകളെ ഒരു ജില്ലയായി പരിഗണിച്ച് 31 ജില്ലകളാക്കി തിരിച്ച് പ്രവർത്തനം ശക്തിപ്പെടുത്താൻ BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. ഗ്രൂപ്പ് പ്രവർത്തനം അംഗീകരിക്കില്ലെന്നും സമന്വയത്തിന്റെ പാതയാണ് നേതൃത്വം സ്വീകരിക്കുക എന്നും യോഗത്തിൽ പങ്കെടുത്ത കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറും സഹപ്രഭാരി അപരാജിത സാരംഗി MP-യും യോഗത്തിൽ വ്യക്തമാക്കി. അതേസമയം പാലക്കാട്, വയനാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് കാര്യമായ ചർച്ചകൾ യോഗത്തിലുണ്ടായില്ല എന്നാണ് വിവരം. വരുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പരമാവധി നേട്ടമുണ്ടാക്കുന്നത് ലക്ഷ്യമിട്ടാണ് മുതിർന്ന നേതാക്കളുടെ മേൽനോട്ടത്തിൽ 31 ജില്ലകളാക്കി പ്രവർത്തനം. മറ്റു സംസ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഈഴവർ അടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങൾ BJPയോട് അനുഭാവം പ്രകടിപ്പിക്കുന്നുണ്ടെന്നും ഇത് കൂടുതൽ ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വിശ്വാസം ആർജിക്കാനുള്ള നടപടികൾ തുടരുന്നതിനൊപ്പം പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകരുതെന്നും തീരുമാനിച്ചു. സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറിമാർക്ക് പുറമെ വൈസ് പ്രസിഡന്റുമാരായ AN രാധാകൃഷ്ണൻ, ശോഭാ സുരേന്ദ്രൻ, ഡോക്ടർ KS രാധാകൃഷ്ണൻ, മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ്, V. മുരളീധരൻ എന്നിവരും പങ്കെടുത്തു. ആലുവയിൽ മണപ്പുറത്തേക്കുള്ള നടപ്പാലത്തിൽ നിന്ന് പെരിയാറിലേക്ക് ചാടിയ യുവതി മരിച്ചു. ആലുവ കുട്ടമശ്ശേരി കണിയാമ്പിള്ളിക്കുന്ന് അനീഷിന്റെ ഭാര്യ ഗ്രീഷ്മ ആണ് മരിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മാടൻനടയിലെ കുടുംബ വീട്ടിൽ മോഷണം. 2 പേർ പോലീസ് പിടിയിലായതായാണ് സൂചന. ചൊവ്വാഴ്ച വൈകിട്ട് സുരേഷ് ഗോപിയുടെ സഹോദര പുത്രനും കുടുംബവും വീട്ടിൽ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. ഇവർ വീട്ടിലെത്തിയപ്പോൾ 2 പേർ മതിൽ ചാടി കടന്നു പോകുന്നത് കണ്ടു. പിന്നീട് നടത്തിയ പരിശോധനയിൽ വീടിനു സമീപത്തെ ഷെഡിൽ സൂക്ഷിച്ചിരുന്ന പഴയ പാത്രങ്ങളും ഇരുമ്പ് സാധനങ്ങളും മോഷണം പോയതായി കണ്ടെത്തി. തുടർന്ന് ഇരവിപുരം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കേരളത്തിന് ഇനി ലോക സിനിമയുടെ ദിനരാത്രങ്ങൾ. 29ാമത് IFFKയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. മേള ഡിസംബർ 13-ന് തുടങ്ങും. വൈകിട്ട് 6-ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ അതുല്യ പ്രതിഭ ഷബാന ആസ്മിയെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി ആദരിക്കും. അഭിനയ രംഗത്ത് 50 വർഷം തികയ്ക്കുന്ന വേളയിലാണ് ഷബാന ആസ്മിക്ക് IFFKയുടെ ആദരം. തിരുവനന്തപുരത്ത് കാൽനട യാത്രക്കാരിയായ ഭിന്നശേഷിക്കാരി മരിച്ചു. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ KSRTC ബസ് കയറിയിറങ്ങിയാണ് നിഷ മരിച്ചത്. സിനിമാ നടി അനുശ്രീയുടെ പിതാവിന്റെ കാർ മോഷ്ടിച്ച് നമ്പർ പ്ലേറ്റ് മാറ്റി കറങ്ങി നടന്ന വ്യാപക മോഷണം. മോഷ്ടാവ് കുടുങ്ങി. കൊട്ടാരക്കരയിൽ സിനിമാ നടി അനുശ്രീയുടെ പിതാവിന്റെ കാർ മോഷ്ടിച്ച് നമ്പർ പ്ലേറ്റ് മാറ്റി കറങ്ങി നടന്ന് റബ്ബർ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടത്തിയയാളെയാണ് കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്തുടനീളമുള്ള ഒട്ടേറെ മോഷണ കേസുകളിലെ പ്രതിയാണ് പിടിയിലായത്. പ്രത്യേക രീതിയിലാണ് ഇയാൾ മോഷണം നടത്തുന്നത്. വാഹനമോഷണം ഒരു ലഹരിയായി കരുതുന്ന പ്രവീൺ ഓൺലൈൻ വഴിയാണ് മോഷ്ടിക്കാൻ വാഹനങ്ങൾ കണ്ടെത്തുന്നത്. മോഷണം നടത്തുന്ന സ്ഥലങ്ങളിലും പരിസരങ്ങളിലുമുള്ള നിരീക്ഷണ ക്യാമറകളും ഹാർഡ് ഡിസ്കും നീക്കം ചെയ്ത് സമീപത്തെ വെള്ളക്കെട്ടുകളിൽ കളയും. രാത്രി റോഡരികിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്ന് ഇന്ധനം മോഷ്ടിക്കുകയാണ് പതിവ്. പകൽ വാഹനത്തിൽ കറങ്ങി നടന്ന മോഷണ സ്ഥലങ്ങൾ കണ്ടെത്തി രാത്രി മോഷണം നടത്തുന്നതാണ് പതിവ്. മോഷ്ടിച്ച ശേഷം കാറിന്റെ നമ്പർ പ്ലേറ്റുകൾ മാറ്റും.
ഇന്നു മുതൽ റേഷൻ കടകളുടെ സമയം പുനഃക്രമീകരിച്ചതോടെ രാവിലെ 8:30 മുതൽ 12 മണി വരെയും വൈകിട്ട് 4 മുതൽ 7 മണി വരെയും റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. റേഷൻ വ്യാപാരി സംഘടനകൾ ഇന്ന് ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. TV സീരിയലുകൾ 30 എപ്പിസോഡുകൾ വരെ മതിയെന്നും ഒരു ദിവസം ഒരു ചാനലിൽ 2 സീരിയലുകൾ പുനഃസംപ്രേഷണം അനുവദിക്കില്ലെന്നും TV സീരിയലുകൾക്ക് സെൻസറിംഗ് ഏർപ്പെടുത്തിയേക്കുമെന്ന് വനിതാ കമ്മീഷൻ പറഞ്ഞു. അതേസമയം സീരിയലുകൾ മാരകമെന്ന് പറഞ്ഞതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. ഒരു മാറ്റവുമില്ലെന്നും സീരിയലുകൾ മാത്രമല്ല കുട്ടികൾക്കും കുടുംബത്തിനും ദോഷം വരുന്ന സിനിമകളും നാടകങ്ങളും എല്ലാം ഈ കൂട്ടത്തിൽ വരുമെന്ന് നടൻ പ്രേംകുമാർ പറഞ്ഞു. മലപ്പുറം താനൂരിൽ വീട്ടിനുള്ളിൽ അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. 2000 രൂപ തിരിച്ചടവ് മുടക്കിയതിനാൽ ലോൺ ആപ്പുകൾ ഭാര്യയുടെ നഗ്നചിത്രം പ്രചരിപ്പിച്ചു. ആന്ധ്രയിൽ യുവാവ് ജീവനൊടുക്കി. 2000 രൂപ തിരിച്ചടക്കാത്തതിനാലാണ് ലോൺ ആപ്പുകൾ ഭാര്യയുടെ ചിത്രം പ്രചരിപ്പിച്ചതിൽ മനം നൊന്ത് ആന്ധ്രാപ്രദേശിൽ യുവാവ് ആത്മഹത്യ ചെയ്തു. ഒക്ടോബർ 28-നാണ് യുവാവിൻ്റെ വിവാഹം. മറ്റൊരു ജാതിയിൽപ്പെട്ട യുവതിയുമായുള്ള പ്രണയവിവാഹമായിരുന്നു. മത്സ്യത്തൊഴിലാളിയായിരുന്ന നരേന്ദ്രൻ വിശാഖപട്ടണത്താണ് താമസിച്ചിരുന്നത്. മോശം കാലാവസ്ഥ മൂലം കടലിൽ പോകാൻ കഴിയാതിരുന്നത് ഇദ്ദേഹത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി. ചെലവുകൾക്കായി ഒരു ആപ്പിൽ നിന്ന് 2000 രൂപ ലോൺ എടുത്തിരുന്നു. ഇത് തിരിച്ചടക്കാനാകാതെയായതോടെയാണ് യുവാവിനെ ജീവനൊടുക്കേണ്ട സംഭവങ്ങൾ ഉണ്ടായത്. വീണ്ടും കാലാവസ്ഥ രൂക്ഷമാവുകയാണ്. മഴക്കാല രോഗങ്ങളെ ചെറുക്കാൻ ശ്രമിക്കാം. വിശദമായ വാർത്തകളും അറിയിപ്പും അറിയുന്നതിന് BN ന്യൂസ് കേരള സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ പിന്തുടരുക. ഉയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തരോ